നമുക്ക് ഒരു തുള്ളി എണ്ണയോ വിനെഗറോ ഇല്ലാതെ വർഷങ്ങളോളം കേടാകാതിരിക്കുന്ന നാരങ്ങാച്ചാർ ഇടുന്ന എങ്ങനെയാ എന്ന് നോക്കിയാലോ? ഇതെന്റെ റെസിപ്പി അല്ല കേട്ടോ, മോളിച്ചേച്ചി പറഞ്ഞു തന്നതാന്നേ. ആളൊരു സൂപ്പർ ഷെഫാണ്. ആദ്യം കുറച്ച് പഴുത്ത നാരങ്ങ എടുത്ത് കഴുകി വെള്ളമെല്ലാം തുടച്ചെടുക്കണം. എന്നിട്ട് നാരങ്ങ കനം കുറഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണേ. നാരങ്ങ അരിയുമ്പോൾ അതിൻ്റെ കുരു കൂടെ എടുത്ത് കളയാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് അരിഞ്ഞെടുത്ത നാരങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി 2 അല്ലെങ്കിൽ 3 തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ ഇടണം. ഇഞ്ചിയുടെ അളവ് കൂടി പോകാൻ പാടില്ല കേട്ടോ. ഇഞ്ചിയുടെ അളവ് കൂടിയാൽ ചെറിയ രീതിയിൽ കയ്പ് വരും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കല്ലുപ്പ ഇട്ടിരിക്കുന്നത്. പൊടിയുപ്പിടേണ്ടവർക്ക് അത് വേണേലും ഇടാൻ കേട്ടോ. ഒരു 3 നുള്ളു കുരുമുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരു ചെറിയ കഷ്ണം കായവും 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്ത് മിനിമം ഒരു 10 മിനിറ്റ് വെക്കണം. ഇളക്കാൻ വേണ്ടിയിട്ടോ ഒന്നിനും ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല കേട്ടോ. എത്രമാത്രം കൂടുതൽ സമയം ഈ മിക്സ് റെസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നാരങ്ങയിൽ നിന്നും ഉള്ള നീര് ഇറങ്ങി വരും. അങ്ങനെ വന്നാൽ അത് കളയരുതേ, അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇനി അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാത്രമാണേലും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഫ്രീഡം. ചെറിയ തീയിൽ വേണം വെക്കാൻ. എന്നിട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. പിന്നെ മൂടി വെച്ച് കൊടുക്കണം. ദേ ഇപ്പം കുറേശ്ശെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ചെറു തീയിലിരുന്ന് വറ്റി വരണം കേട്ടോ. ഇടയ്ക്ക് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതിയേ. അവസാനം വെള്ളമെല്ലാം വറ്റി നാരങ്ങ എല്ലാം ഒരു സൈഡിലേക്ക് മാറുന്ന പരുവായാൽ സംഭവം റെഡി. ഈ ഹൽവയൊക്കെ പോലെ എല്ലാം കൂടി ഒരുമിച്ച് ഒരിടത്തേക്ക് മാറണം. ഈ ഒരു പരുവായാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തിലേലും ഇട്ട് സൂക്ഷിച്ചു വെക്കണം. ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വെക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഈ അച്ചാർ എത്ര വർഷം വേണമെങ്കിലും കേടുകൂടാതിരിക്കും കേട്ടോ. ഇനി എല്ലാവരും ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ അച്ചാർ ഉണ്ടാക്കി നോക്കണേ. എണ്ണയോ വിനാഗിരിയോ ഇല്ലാത്തത് കൊണ്ട് ഹെൽത്തിയുമാണ്. അതുമാത്രമല്ല സാധാരണ അച്ചാറിനേക്കാളും ടേസ്റ്റ് കൂടുതലുമുണ്ട്. ഈ ഒരു മുഴുവൻ പ്രൊസീജിയറിനും കൂടി എനിക്ക് 1/2 മണിക്കൂർ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ.